ചെറുതുരുത്തി ഭാരതപ്പുഴയിൽ കൂട്ടുകാരുമൊത്ത് കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. ചെറുതുരുത്തി ഇരട്ടക്കുളം കല്ലേക്കുണ്ട് വീട്ടിൽ മണികണ്ഠനാണ് മരിച്ചത്. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മണികണ്ഠന്റെ മൃതദേഹം കണ്ടെത്തി. ഏറെ നേരത്തെ തെരച്ചിലിനൊടുവിലാണ് റെയിൽവേ പാലത്തിന് സമീപത്തു നിന്നും മൃതദേഹം കണ്ടെത്തിയത്. മുങ്ങൽ വിദഗ്ധനായ നിഷാദും ചെറുതുരുത്തി പോലീസും കുളപ്പള്ളിയിൽ നിന്നെത്തിയ അഗ്നിശമന സേനാ അംഗങ്ങളും സംയുക്തമായി നടത്തിയ തെരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. റെയിൽവേ പാലത്തിന് സമീപത്തുള്ള എരളക്കടവ് ഏറെ അപകടകരമായ പ്രദേശമാണെന്ന് മുങ്ങൽ വിദഗ്ധനായ നിഷാദ് പറയുന്നു. ഇന്ന് 12 മണിക്ക് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ആൾ നല്ല നീന്താൻ അറിയുന്ന ആളാണ്, നല്ല മീൻപിടുത്തക്കാരനാണ്. പക്ഷേ അയാളുടെ ബോഡി ഇപ്പോഴാണ് 12 മണിക്കാണ് കിട്ടിയത്. എല്ലാവരും ഫയർഫോഴ്സും നീള ബോട്ട് ക്ലബ്ബിലെ എല്ലാ എക്യുപ്മെൻസും എല്ലാ നീള ബോട്ടുകളിലെ സ്റ്റാഫുകളും കൂടി എല്ലാവരും കൂടിയുള്ള തിരച്ചിലിൽ ബോഡി കിട്ടി. പക്ഷേ ഇവിടെ ഈ ഒരു സ്ഥലം വെരി ഡേഞ്ചർ, 7 ആൾക്ക് ഡീപ്പുള്ള സ്ഥലമുണ്ട്. ഇവിടെ ഒരുപാട് അടിയൊഴുക്കുണ്ട്. അറിയാത്തവർ ഒരു കാരണവശാലും ഇറങ്ങരുത്, അറിയാത്തവരും അറിയുന്നവരും ഒരു കാരണവശാലും ഇറങ്ങരുത്. ഒഴുക്ക് നമുക്ക് പൈപ്പിൻ്റെ ഇടയിലൂടെ വെള്ളം വരുന്നുണ്ട്. 3 പൈപ്പ് ഇട്ടിട്ടുണ്ട്. അതുകൂടെ ഹൈ ഫോഴ്സിലാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം.